ഹലോ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വാട്ട് ഈസ് ലീനിയർ മൊമെൻ്റ് എന്ന കൺസെപ്റ്റാണ് പഠിച്ചത്. വാട്ട് ഈസ് ലീനിയർ മൊമെൻറ്റം? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് മോഷൻ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി ആൻഡ് ഇസ് മെഷർഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് ദി ബോഡി. ഓക്കെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വാട്ട് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. നമ്മൾ എനർജി കൺസർവേഷൻ്റെ ലോസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. നമുക്കറിയാം എന്താണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് വെച്ചാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റ് അല്ലേ. ഇത് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ത് ലീനിയർ മൊമെൻറ്റുമാണ് ഫോഴ്സ് എന്ന് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയിലൂടെ പഠിച്ചു കഴിഞ്ഞു. നമുക്കറിയാം പി. വാട്ട് ഈസ് പി? ഇറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് പി. നമുക്കറിയാം എം വി ആണ് അല്ലേ. എം വി, ഡി ബൈ ഡി ടി ഓഫ് എം വി. അപ്പോൾ അവിടെ എം എന്താണ്? എം ഇസ് മാസ് ആൻഡ് വി ഇസ് വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. ഇപ്പോൾ ഈ ഫോഴ്സ് ഈ ബോഡിൻ്റെ മുകളിൽ എം മാസുള്ള ഈ ബോഡിൻ്റെ മുകളിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഫോഴ്സസ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു 0. ഒരു തരത്തിലുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ വി ക്യാൻ റൈറ്റ് എഫ് ഇസ് ഈക്വൽ ടു 0. സോ നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ F0 എന്ന് ഈ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്കറിയാം ഡി ബൈ ഡി ടി ഓഫ് എം വി ഇസ് ഈക്വൽ ടു 0. ഓക്കെ, d by dt of mv is equal to 0. Rate of change of something is 0 means എന്താണ്? ഈ ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എം വി ഇസ് കോൺസ്റ്റൻറ്റ്. എം വി എന്താണ്? പി ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പം എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ ഇറ്റ്സ് ലീനിയർ മൊമെൻറ്റം റിമെയിൻസ് കൺസേർവ്ഡ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ബോഡിയുടെ മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. ഇതാണ് കൺസർവേഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇനി നമുക്ക് ഒരു സിസ്റ്റത്തെ കൺസിഡർ ചെയ്യാം. നമുക്കൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യാം. ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മാസ് m1, m2, m3 എക്സെട്ര mn. n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ ഈ m1, m2, m3 അപ് ടു mn പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൻ്റെ വെലോസിറ്റി, മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസാണ് v1, v2, v3 എക്സെട്ര അപ് ടു vn ആണ് അതിൻ്റെ വെലോസിറ്റി വരുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം എത്രയായിരിക്കും? ടോട്ടൽ ലീനിയർ മൊമെൻറ്റം പി എസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് m1 v1 പ്ലസ് m2 v2 പ്ലസ് എക്സെട്ര അപ് ടു പ്ലസ് mn vn. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം. നമ്മൾ രണ്ട് സൈഡിലും, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു d by dt of m1 v1 plus d by dt of m2 v2 plus etc plus d by dt of mn vn. ഇതാണ് നമ്മൾക്ക് ലഭിക്കുക. ഓക്കെ, ഇതെന്താണ്? m1 v1 എന്ന് വെച്ചാൽ p1 ആണല്ലേ. m1 v1 is p1, m2 v2 is p2 plus etc mn vn is pn. സോ അങ്ങനെ ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് പി വൺ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് പി ടു പ്ലസ് എക്സെട്ര പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് പി എൻ. പി എൻ ആണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ ലീനിയർ മൊമെൻറ്റം. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം. പക്ഷേ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡിയാണ്. അപ്പോൾ ഡി പി വൺ ബൈ ഡി ടി എന്തായിരിക്കും? ഫസ്റ്റ് ബോഡിമേൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്. ഡി പി ടു ബൈ ഡി ടി എന്തായിരിക്കും? F2 ആയിരിക്കും അല്ലെ, സെക്കൻഡ് ബോഡിമേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഈ തരത്തിൽ ഡി പി എൻ ബൈ ഡി ടി എന്തായിരിക്കും? എഫ് എൻ ആണ്, nth
പാർട്ടിക്കിളിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും. നമുക്കപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏത് രീതിയിൽ എഴുതാം? ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എന്താണ്? ഡി പി വൺ ബൈ ഡി ടി പ്ലസ് ഡി പി ടു ബൈ ഡി ടി പ്ലസ് എക്സെട്ര ഡി പി എൻ ബൈ ഡി ടി ആണ് അല്ലേ? അതിനെ എന്ത് രൂപത്തിൽ എഴുതാം? എഫ് വൺ പ്ലസ് എഫ് ടു പ്ലസ് എഫ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് പ്ലസ് എഫ് എൻ അല്ലേ? ഇതാണ് നമുക്ക് എഴുതാൻ പറ്റുക. എന്താണ് ഈ ഫോഴ്സ്? നമുക്കറിയാം ഈ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് അല്ലേ? ഇൻറ്റേർണൽ ഫോഴ്സസ് ആണെങ്കിലോ ഇൻറ്റേർണൽ ഫോഴ്സസ് ആർ ഈക്വലൻ്റ് ഓപ്പോസിറ്റ്. ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ അവ ക്യാൻസൽ ചെയ്തു പോകും. ഇത് എന്താണ്? ഈ ഫോഴ്സസ് എന്തായാലും ഈ സിസ്റ്റം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ല ഈ സിസ്റ്റത്തിലെ ഈ ടോട്ടൽ ഫോഴ്സസ് എന്താണ്? ദീസ് ആർ എക്സ്റ്റേണൽ ഫോഴ്സസ് അല്ലേ? അപ്പോൾ എന്താ? ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു, അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എല്ലാ ഫോഴ്സിനെയും സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടും. അതിനെ നമ്മൾ എഫ് എക്സ്റ്റേണൽ വെക്റ്റർ എഫ് എക്സ്റ്റേണൽ നമ്മൾ ഡിനോട്ട് ചെയ്ത് കഴിക്കും. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്ന് കൺസിഡർ ചെയ്യാം. ഈ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള ഈ സിസ്റ്റം ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആയാൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഫോർ എൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്താ? ടോട്ടൽ ഫോഴ്സ് 0. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ ഫോഴ്സ് ടോട്ടൽ ഫോഴ്സ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു 0. ഫോർ ഐസൊലേറ്റഡ് സിസ്റ്റം ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ സിസ്റ്റം ഈസ് 0. അപ്പോൾ നമ്മൾ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള ഡിഫറെൻറ്റ് വെലോസിറ്റി ഉള്ള ഈ സിസ്റ്റം ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ എന്താണ്? ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്. സോ നമ്മൾ ഡി പി ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻ്റ് എന്താണ്? 0 ആണ്. ഓക്കെ, ഡി പി ബൈ ഡി ടി എസ് 0 എന്ന് വെച്ചാൽ നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സംതിങ് ഇസ് 0 മീൻസ് ആ ക്വാണ്ടിറ്റി എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ പി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. പി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ പി എന്താണ്? പി വൺ പ്ലസ് പി ടു പ്ലസ് എക്സെട്ര അപ് ടു പ്ലസ് പി എൻ ആണ് നമ്മുടേത്. പി എന്ന് പറയുന്നത് ടോട്ടൽ മൊമെൻറ്റം, ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? If no net external force acts on a system of several particles, then the total linear momentum remains constant. എന്താണ്? ശരിക്കും പറഞ്ഞാൽ എന്താ? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ഇസ് ദി കൊറോളറി ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ് കൊറോളറി ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അപ്പോൾ നമ്മളുടെ ഡെഫിനിഷൻ എന്താണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? ഒരു സിസ്റ്റത്തിൻ്റെ സെവറൽ പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ കേസിൽ ഇഫ് നോ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യാത്ത സെവറൽ പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇതാണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇതൊരു സിമ്പിൾ കൺസെപ്റ്റാണ്. ഇപ്പം നോട്ട്സ് എല്ലാവരും അയക്കുക കേട്ടോ. ഞാൻ അയച്ചു തന്ന പ്രോബ്ലം എല്ലാവരും വർക്കൗട്ട് ചെയ്തില്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ആ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് വരിക. ഓക്കെ.